ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് കേരളക്കാർക്കെല്ലാം പ്രിയപ്പെട്ട ചക്കപ്പഴം വരട്ടിയാലോ? അപ്പോൾ അതിനു വേണ്ടി നല്ല മധുരമുള്ള ചക്കപ്പഴം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചകണിയും കുരുവും എല്ലാം കളഞ്ഞ് നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ഭാഗമായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് 1-2 പ്രാവശ്യം പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടും അടിച്ചെടുക്കണേ. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അടിച്ചെടുക്കാനേ. നമ്മളത് അടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെറിയ കഷ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് പുരട്ടിയ ഒരു ഉരുളിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ചക്കപ്പഴം മൊത്തവും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റവ് വെച്ച് നല്ല തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് പതിയെ വറ്റി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയും കൊടുക്കണേ. ഒട്ടും ചവിട്ടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചക്കപ്പഴം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി 1 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയായതാണ് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി. നമുക്ക് മധുരം വേണമെങ്കിൽ പിന്നീട് ഒഴിച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഒരു 1/2 കിലോ ശർക്കരയ്ക്കകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഉരുക്കി എടുത്ത് നമ്മൾ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് വേണം ഉരുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് വറ്റിച്ചെടുക്കാൻ വീണ്ടും പാടാണേ. നല്ല തീയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് ചൂട്ടിട്ട് പിടിക്കുന്നുണ്ടല്ലേ, മുറുകി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശകലം ഒരു 1/4 ടീസ്പൂൺ വീതം നെയ്യൊന്ന് ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചക്ക നമ്മുടെ ഉരുളിയിൽ നിന്നും പതിയെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ശകലം തീ കുറച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ടും വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ വീതം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. നമ്മുടെ ചക്ക അത്യാവശ്യം ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിനി ഒരു ശകലം നെയ്യും കൂടി ഒഴിച്ച് തീ ഏറ്റവും കുറച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ഉണങ്ങി വരുവേ. നമ്മുടെ ചക്ക നല്ല പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം എടുത്ത് ചക്കയട ഉണ്ടാക്കാനോ ചക്ക പായസം ഉണ്ടാക്കാനോ ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചക്ക വരട്ടിയത് മാത്രം അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അതിന് ചെറിയ പീസസ് ആയിട്ടിടുക. നമ്മളതിനെ ഓരോ പീസും എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണേ. ഇനി നമ്മുടെ ചക്ക വരട്ടിയത് മുഴുവനൊന്ന് നമ്മൾ മാറ്റി വെച്ച ചക്ക വരട്ടിയത് മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ടേ. നമ്മൾ നല്ല അടപ്പുള്ള ടിന്നിലിട്ട് വെച്ചാൽ ഒത്തിരി നാളത്തേക്ക് കേടാകാതിരുന്നോളുവേ. നമുക്ക് 4 മണിക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുവേ. താങ്ക് യു.